കടക്കിണിയിലാണോ അല്ലെങ്കിൽ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും മുന്നേറുകയാണോ? സംസ്ഥാന ബജറ്റ് അടുത്തിരിക്കെ വീണ്ടും ചർച്ചയാകുന്നത് കേരളത്തിന്റെ കടബാധ്യതയാണ്. കേരളത്തിന്റെ മൊത്തം കടം ഇപ്പോൾ 5 ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു. എന്നാൽ ഈ കണക്ക് മാത്രം നോക്കി കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയാനാകുമോ? കേരളത്തിന്റെ കടം എത്രയാണ്? അത് എങ്ങനെ രൂപപ്പെട്ടു? ധനക്കമ്മിയും വരുമാനക്കമ്മിയും എന്താണ്? പുതിയ ബജറ്റിൽ പരിഹാരമുണ്ടാകുമോ? വിശദമായി പരിശോധിക്കാം. ആദ്യം ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കുടുംബത്തിന്റെ മാസ വരുമാനം 50,000 രൂപയാണെന്ന് കരുതുക. എന്നാൽ അവരുടെ മാസച്ചെലവ് 65,000 രൂപയാണ്. ഈ 15,000 രൂപയുടെ കുറവ് നികത്താൻ അവർ വായ്പയെടുക്കും. വർഷങ്ങളോളം ഇതു തന്നെ തുടർന്നാൽ എന്ത് സംഭവിക്കും? കടം കൂടും. സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിലും അടിസ്ഥാന തത്വം ഇതുതന്നെയാണ്. വരുമാനത്തെക്കാൾ ചെലവ് കൂടുതലാകുമ്പോൾ സർക്കാർ വായ്പയെടുക്കും. ആ വായ്പകളുടെ ആകെ തുകയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കേരളത്തിന്റെ കടം എത്ര? 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ മൊത്തം ബാധ്യത അഥവാ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് ഏകദേശം 5.07 ലക്ഷം കോടി രൂപയാണ്. ഒരു താരതമ്യം കൂടി നോക്കാം. 2016 കേരളത്തിന്റെ മൊത്തം കടം ഏകദേശം 1.57 ലക്ഷം കോടി രൂപയായിരുന്നു. ഇപ്പോൾ അത് 5.07 ലക്ഷം കോടി രൂപയായി ഉയർന്നു. അതായത് 10 വർഷം കൊണ്ട് 220% വർധനവാണ് കടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കടത്തിന്റെ തുക മാത്രം നോക്കിയാൽ ചിത്രം പൂർണ്ണമാകില്ല. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കടം GSDPയുടെ ഏകദേശം 35.5% വരും. അതായത് കേരളത്തിൽ ഒരു വർഷം സൃഷ്ടിക്കപ്പെടുന്ന മൊത്തം സാമ്പത്തിക മൂല്യത്തിന്റെ 1/3 സംസ്ഥാനത്തിന്റെ ബാധ്യത. കടം എങ്ങനെ രൂപപ്പെട്ടു? കടം കൂടാൻ പ്രധാന കാരണം സംസ്ഥാനത്തിന്റെ ചെലവുകളാണ്. കേരളത്തിന്റെ പ്രധാന ചെലവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷൻ, ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമ പദ്ധതികൾ, പലിശ തിരിച്ചടവ് ഇവയിൽ ഭൂരിഭാഗവും ഒഴിവാക്കാനാകാത്ത ചെലവുകളാണ്. അതേസമയം റോഡുകൾ, പാലങ്ങൾ, തുറമുഖങ്ങൾ, മെട്രോ, IT പാർക്കുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനത്തിനായും സർക്കാർ വായ്പയെടുക്കുന്നുണ്ട്. അതിനാൽ കേരളത്തിന്റെ കടം ക്ഷേമ ചെലവിന്റെയും വികസന നിക്ഷേപങ്ങളുടെയും സംയുക്ത ഫലമാണ്. 2025-26 കേരളത്തിന്റെ മൊത്തം ചെലവ് 3.13 ലക്ഷം കോടി രൂപയാണ്. അതിൽ കടം തിരിച്ചടവ് ഒഴിവാക്കിയ ശേഷമുള്ള ചെലവ് ഏകദേശം 1.98 ലക്ഷം കോടി രൂപയാണ്. അതേസമയം കടം എടുക്കാതെയുള്ള വരുമാനവും മറ്റു വരവുകളും ചേർന്ന് ലഭിക്കുന്നത് ഏകദേശം 1.53 ലക്ഷം കോടി രൂപ മാത്രമാണ്. അപ്പോൾ ബാക്കി പണം എവിടെ നിന്ന് വരും? ഉത്തരം വ്യക്തമാണ്. പുതിയ വായ്പകളിൽ നിന്ന്. 2025-26 മാത്രം കേരളം 40,848 കോടി നെറ്റ് വായ്പ സമാഹരിക്കുമെന്നാണ് ബജറ്റ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബജറ്റ് ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പദമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി. സർക്കാരിന്റെ മൊത്തം ചെലവും മൊത്തം വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണിത്. 2025-26 കേരളത്തിന്റെ ധനക്കമ്മി 45,039 കോടി രൂപയാണ്. GSDPയുടെ 3.2%. അതായത് സർക്കാർ ഈ തുക അധികമായി കണ്ടെത്തേണ്ടതുണ്ട്. സാധാരണയായി വായ്പയെടുത്താണ് ഈ വിടവ് നികത്തുന്നത്. സാമ്പത്തിക വിദഗ്ധർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് റവന്യൂ ഡെഫിസിറ്റ് അഥവാ വരുമാന കമ്മിയെയാണ്. കാരണം ഇത് കാണിക്കുന്നത് സർക്കാർ വികസന പദ്ധതികൾക്കല്ല, ദൈനംദിന ചെലവുകൾക്ക് പോലും വായ്പയെടുക്കുന്നുണ്ടോ എന്നതാണ്. 2025-26 കേരളത്തിന്റെ വരുമാന കമ്മി 27,125 കോടി രൂപ. GSDPയുടെ 1.9%. ഇത് ഇപ്പോഴും കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ വലിയ വെല്ലുവിളികളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ വിലയിരുത്തുമ്പോൾ ഒരു പ്രധാന കണക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ സ്വന്തം വരുമാനത്തിന്റെ വലിയൊരു വിഹിതം പോകുന്നത് ശമ്പളം, പെൻഷൻ, പലിശയടവ് എന്നിവയ്ക്കാണ്. സാമ്പത്തിക പഠനങ്ങൾ പ്രകാരം സംസ്ഥാന വരുമാനത്തിന്റെ 75%-ലേറെയും ഇത്തരം കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറായി ചെലവാകുന്നു. അതായത് പുതിയ പദ്ധതികൾക്കായി സർക്കാരിന് ലഭിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ പരിമിതമാണ്. ഇനി കടം കൂടുമ്പോൾ അതിന്റെ പലിശയും സ്വാഭാവികമായും കൂടും.
കേരളത്തിന്റെ 2025-26 പ്രൈമറി ഡെഫിസിറ്റ് ഏകദേശം 13,215 കോടി മാത്രമാണ്. എന്നാൽ ധനക്കമ്മിയാകട്ടെ 45,039 കോടി രൂപയും. അതായത് പഴയ കടങ്ങളുടെ പലിശ അടയ്ക്കാൻ പോലും വലിയ തുക മാറ്റിവെക്കേണ്ടി വരുന്നു. വികസനത്തിനായി ഉപയോഗിക്കാവുന്ന പണത്തിന്റെ വലിയൊരു ഭാഗം ഇതിനായി ചെലവാകുന്നു. കേരളം മാത്രമാണോ ഇങ്ങനെയുള്ളത്? അല്ല. മഹാരാഷ്ട്ര, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ പല സംസ്ഥാനങ്ങൾക്കും വലിയ കടബാധ്യതയുണ്ട്. എന്നാൽ കേരളത്തിന്റെ പ്രത്യേക വെല്ലുവിളി ജനസംഖ്യാ ഘടനയാണ്. ഉയർന്ന വാർദ്ധക്യ നിരക്ക്, ഉയർന്ന പെൻഷൻ ചെലവ്, ഉയർന്ന ആരോഗ്യ ചെലവ് എന്നിവയാണവ. തൊഴിൽ പ്രായ ജനസംഖ്യയുടെ അനുപാതം കുറയുന്നു. ഇത് ഭാവിയിൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെയുള്ള പരിഹാരം ബജറ്റിൽ എന്തായിരിക്കും? സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. GST, സ്റ്റാമ്പ് ഡ്യൂട്ടി, സേവന മേഖല എന്നിവ വഴി വരുമാനം കൂട്ടുക. IT, ടൂറിസം, ലോജിസ്റ്റിക്സ്, നിർമ്മാണ മേഖലകളിലേക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക. ഭാവിയിൽ വരുമാനം സൃഷ്ടിക്കുന്ന മൂലധന ചെലവ് വർദ്ധിപ്പിക്കുക. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരിഷ്കരിക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. കേരളത്തിന്റെ കടം ഒരൊറ്റ ബജറ്റിൽ പരിഹരിക്കാനാവില്ല. പക്ഷേ ഈ ബജറ്റ് ഒരു കാര്യത്തിൽ നിർണായകമാണ്. കേരളം കൂടുതൽ കടമെടുക്കുന്ന വഴിയിലാണോ പോകുന്നത്? അല്ലെങ്കിൽ കൂടുതൽ വരുമാനം സൃഷ്ടിച്ച് കടത്തിന്റെ ആശ്രയം കുറയ്ക്കുന്ന വഴിയിലാണോ? അതാണ് കേരളത്തിന്റെ അടുത്ത സാമ്പത്തിക ദശകം നിർണയിക്കുക. കാരണം കടം എത്രയെന്നതല്ല പ്രധാന ചോദ്യം. ആ കടം ഭാവിയിലെ തൊഴിലും നിക്ഷേപവും വരുമാനവും സൃഷ്ടിക്കുന്ന വികസനമായി മാറുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. കേരളത്തിന്റെ സാമ്പത്തിക ഭാവി അതിന്റെ ഉത്തരത്തിലാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.